മിനിസ്റ്റർ. സിദ്ധാർത്ഥ് സർ, ഞാൻ ബലരാമൻ സാറിനെ പിന്നീട് വിളിച്ചിരുന്നു. അല്ല, ഒരു വ്യക്തത വേണമല്ലോ. രാത്രി എനിക്ക് കോള് വരിക, കട്ടാവുക, എന്തോ ഒരു സുഖമില്ലായ്മ ഫീൽ ചെയ്തു. എന്നിട്ട് ബലരാമൻ സംസാരിച്ചപ്പോ അദ്ദേഹത്തിന് എന്നോടെന്തോ പറയാനുണ്ടെന്നും തോന്നി. പക്ഷേ ഒന്നും വ്യക്തമായി പറയുന്നുമില്ല. തുറന്നു പറയാം സർ, ഇനി അദ്ദേഹവുമായി സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. നിങ്ങളുടെ വിട്ടുപോയ ബന്ധം കൂട്ടിച്ചേർക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അത് സാധിച്ചു. കഴിഞ്ഞ ഫോൺ കോൾ അത് ഞാൻ പറഞ്ഞില്ലേ, കൈതട്ടി അറിയാതെ വന്നതാവും. അതങ്ങ് വിട്ടേക്ക്. ഓക്കെ ഓക്കെ, അത് വിട്ടേക്കാം. പിന്നെ ആ തനൂജയുടെ ഇഷ്യൂ അത് വീണ്ടും പ്രശ്നമാവുകയാണല്ലോ. അല്ല, സോഷ്യൽ മീഡിയയിൽ കണ്ടു ദൈവിക തനൂജയെ തല്ലിന്നൊക്കെ. അങ്ങനെ ചിലതൊക്കെ നടന്നു. എത്രയോ വലിയ ഇഷ്യൂസ് ഈസി ആയിട്ട് സോൾവ് ചെയ്തിട്ടുള്ള ആളാണ്. എന്തു പറ്റി സർ? ബന്ധങ്ങൾക്കും സൗഹൃദങ്ങൾക്കും മൂല്യം കൊടുക്കുന്നത് കൊണ്ട് സംഭവിക്കുന്നതാണ് മിനിസ്റ്റർ. ഞാൻ കാരണം മറ്റാരും പ്രശ്നത്തിലാവരുതെന്നും വിഷമിക്കരുതെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. സാറിന്റെ ചിന്താഗതിയും തീരുമാനവും ഒക്കെ നല്ലത് തന്നെയാ. പക്ഷേ മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി സ്വയം ആപത്തിലാവുകയാണെന്ന് സാറ് ചിന്തിക്കണം. വരട്ടെ മിനിസ്റ്റർ, എന്താ സംഭവിക്കുന്നതെന്ന് നോക്കട്ടെ. അല്ല, ആ കുട്ടി DNA ടെസ്റ്റിന് അപേക്ഷിക്കുന്നോ അമ്മയെ അന്വേഷിക്കുന്നു എന്നൊക്കെ അറിഞ്ഞു. സാറ് കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് പോകരുത്. എന്താണെന്ന് വെച്ചാ വേണ്ടത് ചെയ്യണം. എനിക്കറിയാം, എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിൽ എനിക്ക് നന്ദിയുണ്ട്. ഓക്കെ, ഞാൻ വിളിക്കാം. ഓക്കെ, ശരി സർ. മാം. ആ, വരൂ. മാഡത്തിനെ കാണാൻ ആ കുട്ടി വന്നിട്ടുണ്ട്. ആര്? അപ്പോയിന്റ്മെന്റ് ഉണ്ടോ? സിദ്ധാർത്ഥ സാറിന്റെ മോളെന്ന് അവകാശപ്പെട്ട തനൂജ. മാഡത്തിന്റെ തിരക്കിന്റെ കാര്യം പറഞ്ഞു. ഒരു 2 മിനിറ്റ് ഒന്ന് കാണാൻ സമ്മതിക്കുമെന്ന് ചോദിക്കുന്നു. സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവായ കുട്ടിയാ, തിരിച്ചയക്കണ്ടെന്നാ തോന്നുന്നത്. എന്ത് പറയണം മാഡം? വരാൻ പറയൂ. ശരി. തനൂജ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.